കൊട്ടിയൂർ 44-ാം മൈൽ ചുരം രഹിത പാത യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സണ്ണി ജോസഫ് എം.എൽ.എ. നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ചുരം രഹിത പാത എന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണെന്നും എം.എൽ.എ. പറഞ്ഞു. കണ്ണൂർ, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചുരം രഹിത പാത കൊട്ടിയൂർ പഞ്ചായത്തിലെ അമ്പായത്തോടാരംഭിച്ച മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ 44-ാം മൈലിൽ എത്തിച്ചേരുന്നതാണ്. ചുരം രഹിത പാത എന്നത് വർഷങ്ങളായിട്ട് തങ്ങൾ ആവശ്യപ്പെടുന്നതാണെന്നും മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നിരവധി അപേക്ഷകൾ നൽകിയെന്നും സണ്ണി ജോസഫ് എം.എൽ.എ. നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ തന്നെ നേരത്തെ സബ്മിഷനായി ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ജനങ്ങളുടെ വിപുലമായ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഈ ആവശ്യം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ചുരം രഹിത പാതയ്ക്ക് വനഭൂമി ആവശ്യമാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ വേണം കുറച്ചുദൂരം കടന്നുപോകാൻ. നേരത്തെ അവിടെ ഗ്രാമീണ റോഡ് ഉണ്ടായിരുന്നതാണ്. ഈ വനഭൂമി ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ നൽകണമെങ്കിൽ യൂസർ ഏജൻസിയെ നിയോഗിക്കണം. അതിന് PWDയുടെ ഏതെങ്കിലും റോഡ് വിങ്സിന് മാത്രമേ യൂസർ ഏജൻസിയായി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യൂസർ ഏജൻസിയെ നിയോഗിച്ച് കൊട്ടിയൂർ 44-ാം മൈൽ ചുരം രഹിത പാത യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സണ്ണി ജോസഫ് എം.എൽ.എ. നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. കണ്ണൂര്, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചുരം രഹിത പാത അത് കൊട്ടിയൂർ പഞ്ചായത്തിലെ അമ്പായത്തോടിൽ ആരംഭിച്ച് മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ 44-ാം മൈലിൽ എത്തിച്ചേരുന്നതാണ്. വളവ് കുറയ്ക്കാം, ചുരം കുറയ്ക്കാം, ദൂരം കുറയ്ക്കാം. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നിരവധിയായിട്ടുള്ള അപേക്ഷകൾ നൽകി. നിയമസഭയിൽ തന്നെ നേരത്തെ സബ്മിഷനായിട്ട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ വനഭൂമി ലഭ്യമാകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അപേക്ഷ നൽകണമെങ്കിൽ യൂസർ ഏജൻസിയെ നിയോഗിക്കണം. അതിന് PWDയുടെ ഏതെങ്കിലും വിങ്, റോഡ് വിങ്ങിന് മാത്രമേ യൂസർ ഏജൻസി ആയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് യൂസർ ഏജൻസിയെ നിയോഗിച്ച് ഈ കൊട്ടിയൂര് 44-ാം മൈൽ ചുരം രഹിത പാത, വളവ് കുറഞ്ഞ ഈ പാത യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിർദ്ദിഷ്ട എയർപോർട്ട് കണക്ടിവിറ്റി റോഡിന്റെ ഭാഗമായും മലയോര ഹൈവേയുടെ ഭാഗമായും വരുന്ന റോഡിന് ബദലായി ചുരം ഒഴിവാക്കിക്കൊണ്ടുള്ള റൂട്ടുകൾ സംബന്ധിച്ച പരിശോധന നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയിരുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകി. കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും മറ്റുദ്യോഗസ്ഥരും അവിടെ എത്തുകയും അതിന് സാധ്യത പരിശോധിക്കുകയും ചെയ്തു. തുടർന്ന് കിഫ്ബി സിഇഒയുടെ നേതൃത്വത്തിൽ മുതിർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ഈ വിഷയം പരിശോധിച്ചു. അന്ന് കൂടുതൽ വനഭൂമി ലഭ്യമാക്കേണ്ടി വരുമെന്ന സാഹചര്യമുണ്ടെന്നാണ് വിലയിരുത്തിയതെന്നും മന്ത്രി പറഞ്ഞു. വനംവകുപ്പ് മന്ത്രിയുമായി ഉൾപ്പെടെ ഇക്കാര്യം സംസാരിച്ച തീരുമാനത്തിലെത്താൻ പരിശ്രമിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. നിർദ്ദിഷ്ട എയർപോർട്ട് കണക്ടിവിറ്റി റോഡിന്റെ ഭാഗമായും മലയോര ഹൈവേയുടെ ഭാഗമായും വരുന്ന റോഡിന് ബദലായി ചുരം ഒഴിവാക്കിക്കൊണ്ടുള്ള റൂട്ടുകൾ സംബന്ധിച്ച പരിശോധന നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയിരുന്നു. ഈ ചുരരഹിത പാത യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ വനംവകുപ്പിന്റെ കൂടി സഹായം പൊതുമരാമത്ത് വകുപ്പ് തേടും. വനഭൂമി വിട്ടുകിട്ടുവാനുള്ള നടപടിക്രമങ്ങൾ കുറച്ചധികം പൂർത്തിയാക്കാനുണ്ടെന്ന് ബഹുമാനപ്പെട്ട MLA-ക്ക് കൂടി അറിയാവുന്ന കാര്യമാണ്. അതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമ്പോൾ തന്നെ സമാന്തരമായ റോഡിന്റെ വികസനം കൂടി നമുക്ക് സാധ്യമാക്കാം. ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുമായി ഉൾപ്പെടെ ഇക്കാര്യം സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താൻ പരിശ്രമിക്കാം. നെടുമ്പോയിൽ മാനന്തവാടി പെരിയ ചുരംപാത നേരത്തെ തകർന്നിട്ടുണ്ടായിരുന്നു. റോഡ് അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായി. റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പ്രവർത്തികൾ ഏറെക്കുറെ പൂർത്തിയായി വരുന്നു. ന്യൂസ് ബ്യൂറോ, പെരാവൂർ.